ഇന്ന് അബിയുടെ കസിൻസ് ഒക്കെ വീട്ടിൽ വന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട് കണവത്തോരൻ വെക്കാന്ന് വെച്ചേ. കണവത്തോരൻ വെക്കുന്നതിന് മുമ്പായിട്ടാണ് ഇവിടെ മുരിങ്ങയിൽ ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം പിച്ചുകൊണ്ട് വന്നതായിട്ട് എന്തായാലും വാടിപ്പോകുന്ന ഒരു ഞാൻ പിന്നെ അതും കൂടെ അങ്ങ് വെക്കാന്ന് വെച്ചേ. അതുകൊണ്ട് ആദ്യം മുരിങ്ങയില തോരൻ വെച്ചിട്ട് പിന്നീട് കണവത്തോരനിലേക്ക് കിടക്കാന്ന് വെച്ച്. അവളുമാർക്ക് ജോലി ആയ ശേഷം നമ്മൾ തമ്മിലുള്ള മീറ്റിംഗ് ഒക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഇന്ന് മാക്സിമം മുതലെടുത്ത് കിച്ചണിലെ പാചകത്തിന്റെ ഇടയിൽ പാചകവും നന്നായിട്ട് നടക്കുന്നുണ്ടേ. പിന്നെ അതിനുശേഷം ഞാൻ നേരെ കണവത്തോരനിലേക്ക് കടന്നേ. ഞാൻ എപ്പോൾ കണവ കിട്ടിയാലും കണവ തോരനേ വെക്കത്തുള്ളൂ. എനിക്ക് കണവ കറി അതൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. അതുകൊണ്ട് എനിക്ക് തോരൻ ഭയങ്കര ഇഷ്ടമാണ്. സംഭവം നമ്മൾ കണവ നല്ലപോലെ ക്ലീൻ ചെയ്യണം. എന്നിട്ട് നമ്മുടെ സവാള തോരൻ അരിയുന്ന കൂട്ട് അരിഞ്ഞ് വെക്കണേ. എന്നിട്ട് നമ്മുടെ ചീനിച്ചട്ടിയിൽ കടുക് വറുത്തിട്ട് നമ്മുടെ ഈ സവാള ആഡ് ചെയ്യണേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഞാൻ നേരെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കാൻ പോയേ. പിന്നെ നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് നമ്മുടെ ഈ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഓൾറെഡി കണവയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട. ഇതിപ്പോ വേറെ പുതിയ വെറൈറ്റി ആവുമല്ലോടെ. സംഭവത്തെ എന്തിട്ട് ഇവളിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തേങ്ങ ആഡ് ചെയ്യാൻ മറന്നു. തേങ്ങ ആഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു തോരൻ്റെ ഒരു ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഒരു കറി കൂട്ടിരിക്കും. പിന്നെ ഞാൻ ലാസ്റ്റാണ് അത് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തത്. ഫൈനലി നമ്മുടെ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങയില തോരനും കണവത്തോരനും മീൻകറിയും കൂടെ കൂട്ടി അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് നല്ലപോലെ അങ്ങ് കഴിച്ചേ.